ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബും പിടിച്ചെടുത്ത് മുന്നേറിയ എ.എ.പിയുടെ അശ്വമേധത്തിന് തിരിച്ചടിയേറ്റു. ലോക്സഭയിലും സംസ്ഥാനങ്ങളിലും ജയിച്ചു മുന്നേറിയ ബി.ജെ.പിയുടെ ജൈത്രയാത്രയിൽ കല്ലുകടിയായിരുന്നു രാജ്യ തലസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി. കേജ്രിവാളിനെയും എ.എ.പിയെയും മുന്നമിട്ട് മാസങ്ങളായി ബി.ജെ.പി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ആപ്പിന്റെ പതനത്തിന് വഴിയൊരുക്കിയത്. കോൺഗ്രസ് എന്ന ഗോലിയാത്തിനെ അടിച്ചിട്ട് 11 വർഷത്തോളം അധികാരത്തിലിരുന്ന എ.എ.പി ഇനി അധികാര രാഷ്ട്രീയത്തിന് പുറത്തിരിക്കും. മോദി മാജിക്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേടിയെടുത്ത വൻ വിജയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. 4 നൂറ്റാണ്ട് അധികാരത്തിൽ നിന്ന് പുറത്ത് നിന്നതിന് ശേഷം ബി.ജെ.പി തിരിച്ചുവരവ് നടത്തിയ നിർണായക തെരഞ്ഞെടുപ്പ് കൂടിയായി മാറി. 1993 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പി ആദ്യമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. അന്ന് 70-ൽ 49 സീറ്റ് എന്ന മികച്ച ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ലഭിച്ചു. മദൻലാൽ ഖുറാനയുടെ നേതൃത്വത്തിലായിരുന്നു ആ വിജയം. മാതൃകാ ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ മൂലം ഭരണം തുടക്കത്തിലെ പാളി. തർക്കം തീർക്കാൻ ഒടുവിൽ 1996 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഖുറാനയ്ക്ക് പകരം സാഹിബ് സിംഗ് വർമ്മയെത്തി. 1998 വീണ്ടും തലമാറി. നിയമസഭയിൽ അംഗമല്ലാതിരുന്ന സുഷമ സ്വരാജിനായിരുന്നു മുഖ്യമന്ത്രി നിയോഗം. കേന്ദ്രമന്ത്രി പദവി രാജിവെച്ച സുഷമ 52 ദിവസം അധികാരത്തിലിരുന്നു. പിന്നാലെ ഷീല ദീക്ഷിത് യുഗത്തിലേക്ക് തലസ്ഥാനം വഴിമാറി. പോലീസ് ഓഫീസറായിരുന്ന കിരൺ ബേദിയെ വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു നോക്കിയെങ്കിലും ബി.ജെ.പിക്ക് ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. 2014 മോദി അധികാരത്തിൽ എത്തിയെങ്കിലും ഡൽഹി ഭരണം ബാലികേറ മലയായി തുടർന്നുകൊണ്ടിരുന്നു. 2014, 2019, 2024 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ച ബി.ജെ.പിക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മികച്ച വിജയം ആവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ പ്രഖ്യാപനങ്ങളുമായി എ.എ.പിയും കേജ്രിവാളും കളം നിറഞ്ഞു നിന്നതോടെ ലോക്സഭാ നിയമസഭാ വോട്ടിംഗ് പാറ്റേണിലും ഈ വ്യത്യാസം പ്രകടമായി. എന്നാൽ ഇക്കുറി ബി.ജെ.പി അതും വരുതിയിലാക്കി. തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ എ.എ.പിയെ ജനങ്ങൾ കൈവിട്ടു. 11 വർഷം അധികാരത്തിൽ ഇരുന്നതോടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം എ.എ.പിക്കെതിരെ ആഞ്ഞടിച്ചു. ഔട്ടർ ഡൽഹിയിലും മറ്റുമായി മധ്യവർഗത്തിന്റെ വോട്ടുറപ്പിക്കാൻ ബി.ജെ.പിക്ക് ഇതിലൂടെ സാധിച്ചു. ഇതിനു പുറമെയായിരുന്നു 3ാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണം. എ.എ.പിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. മധ്യവർഗത്തെ കൂടെ നിർത്തുന്ന ജനപ്രിയ ബജറ്റ് എന്ന രീതിയിൽ വലിയ പ്രചാരണം ഡൽഹിയിൽ ബി.ജെ.പി നടത്തി. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ വിഷജല പരാമർശം വരെ ബി.ജെ.പി ആയുധമാക്കി. അഴിമതിക്കെതിരെ ഒരിക്കൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ മദ്യനയ അഴിമതിയിൽ പ്രതിക്കൂട്ടിലായതോടെ ബി.ജെ.പി ആ അവസരം നന്നായി മുതലെടുത്തു. അതേസമയം ഡൽഹി ഭരണം പിടിച്ചെടുത്ത ബി.ജെ.പിയുടെ മുന്നിലെ അടുത്ത കടമ്പ മുഖ്യമന്ത്രിയായി ആരെ തെരഞ്ഞെടുക്കുമെന്നതാണ്. കാത്തിരുന്ന് കാണാം.